ഭരതൻ സാറിൻ്റെ സെറ്റ് നമ്മൾ ഈ പ്രകൃതിയായിട്ടൊക്കെ ഒന്നായി പോകണമെന്ന് തോന്നും. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടി സ്കൂൾ ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വരാൻ എങ്ങനെ ചങ്കൂറ്റം ഉണ്ടായി എന്നായിരിക്കും ഞാനും ചോദിച്ചിട്ടില്ല ഇതുവരെ. അദ്ദേഹം തബല വായിക്കുമ്പോൾ ഞാൻ ഡാൻസ് കളിക്കുന്ന സീൻ ഒക്കെ നമ്മളോടിങ്ങനെ ഡാൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമ്പോൾ അത് പേജ് ഡയലോഗ് ചെയ്ത് നമ്മളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിന്ന് പോയിട്ടുണ്ട്. കാരണം നമുക്ക് ഫാസ്റ്റ് ചെയ്യാണ്. പക്ഷേ ഈ പേജ് കണക്കിന് ഡയലോഗ് നിന്ന് പറയാം. ഭയമുണ്ട്, പക്ഷെ നമ്മൾ ഭയം നമ്മൾ അതൊന്നും അത്രയെങ്കിലും പ്രൊഫഷണലിസം നമ്മൾ കാണിക്കണമല്ലോ. 42 ദിവസമായിട്ട് ഷൂട്ട് ചെയ്തു. ഇത് ആദ്യത്തെ ഒരാഴ്ചയിൽ ഇവർക്ക് ഇത് കിട്ടി. അതിനുശേഷം എക്സ്ക്യൂസ് മീ ആ ലൊക്കേഷനിൽ ഇത്ര ഹിറ്റായി മനോജേഷനൊക്കെ ചിരിച്ച് ഓടിയിട്ട് ഇതൊക്കെ ആരാ പറയണെന്നുള്ളത് ആദ്യം പറയൂ. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത നടിയും നർത്തകിയുമായ ശ്രീമതി ദിവ്യ ഉണ്ണിയാണ്. ദിവ്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമേരിക്കയിലാണ് താമസം. അപ്പോൾ ഇടയ്ക്കൊരു ഒഴിവ് കാലം നോക്കി ഓടിയെത്തിയിരിക്കുകയാണ് കേരളത്തിലേക്ക്. ദിവ്യ ഉണ്ണിക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ എത്ര വർഷമായി അമേരിക്കയിൽ താമസിക്കും? 21 വർഷമായി. അവിടുത്തെ സിറ്റിസണായോ? ഏകദേശം അങ്ങനെയൊക്കെ പറയാം. എന്തൊക്കെയാണ് അവിടുത്തെ പ്രവർത്തന മേഖലകൾ? ഇവിടുത്തെ മേഖലയൊന്നും മാറിയിട്ടില്ല, നൃത്തം തന്നെയാണ്. ശ്രീപാദം പെർഫോമിംഗ് ആർട്സ് ആൻഡ് കൾച്ചറൽ എഡ്യൂക്കേഷൻ, അതാണ് എൻ്റെ നൃത്തവിദ്യാലയത്തിൻ്റെ പേര്. അത് 2003 തുടങ്ങിയത്. ഇപ്പോൾ അവിടെ ഞാൻ ഹ്യൂസ്റ്റൺ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്, ടെക്സസ് ആണ് സ്റ്റേറ്റ്. അവിടെ 2 ബ്രാഞ്ചസിലായിട്ട് നമുക്ക് കുട്ടികൾ വന്ന് പഠിക്കുന്നു. എല്ലാ നമ്മുടെ ശാസ്ത്രീയ കലാരൂപങ്ങൾ, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, അങ്ങനെ കുട്ടികളെ പഠിക്കും. മലയാളത്തിലുള്ള കുട്ടികളാണോ അല്ലെങ്കിൽ എല്ലാ? അമേരിക്കൻസ് കുറവാണ്, പക്ഷേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള, നോർത്ത് നിന്നുള്ളവരുണ്ട്, തമിഴ്, തെലുങ്ക്, അങ്ങനെ എല്ലാവരും. ശരിക്കും അത് സ്വന്തമായിട്ടുള്ളൊരു സ്കൂളാണോ അല്ലെങ്കിൽ അവിടുത്തെ? സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ ഞാൻ തന്നെ ആരംഭിച്ച സ്കൂളാണ്. അവിടെ ചെന്ന് ഞാൻ തന്നെ ആരംഭിച്ചതാണ്. അവിടെ ഞാൻ അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നൃത്തപരിപാടികളുടെ കമ്മിറ്റ്മെൻറ്റുമായിട്ടാണ് ഞാൻ അവിടെ ചെന്നത്, അവിടുത്തെ പല സ്റ്റേറ്റ്സിലായിട്ട്. അപ്പോൾ നമ്മുടെ തന്നെ ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന ഒരുപാട് മലയാളി പോപ്പുലേഷൻ ഒരുപാടുണ്ട്, ഇന്ത്യൻ പോപ്പുലേഷനും ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. കാരണം അവിടുത്തെ കാലാവസ്ഥ വളരെ നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ, നമ്മുടെ നാട്ടിലെ പച്ചക്കറികളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം. എക്സ്ട്രീം ഇപ്പോൾ സ്നോ അങ്ങനെയൊന്നും ഇല്ല, ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻസ് ഒരുപാട് പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇങ്ങനെ എന്തുകൊണ്ട് ഒരു ഡാൻസ് സ്കൂള് തുടങ്ങിക്കൂടാ? അത് കേരളത്തിൽ നിന്ന് ഉള്ള ഒരു പ്രസൻസ് ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ സപ്പോർട്ട് എല്ലാം ഉണ്ടാവും നമ്മുടെ. അങ്ങനെ ഒരു പ്രചോദനം വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ഞാൻ അന്നേരം ചെയ്തിരുന്ന ഈ നൃത്ത പരിപാടികൾക്ക് കുറച്ച് ലോക്കൽ ടാലൻസിനെയൊക്കെ ഞാൻ ട്രെയിൻ ചെയ്ത് എൻ്റെ കൂടെ പെർഫോം ചെയ്യിപ്പിച്ചിരുന്നു. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് വന്നു. ആ സപ്പോർട്ട് ഇപ്പോഴും ഉള്ളതുകൊണ്ട് കണ്ടിന്യൂ. എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? ഒരു 100 മേലെ കുട്ടികളുണ്ട് നമുക്ക്. ഇപ്പോൾ കേരളത്തിൽ അതിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ഉണ്ടോ? കേരളത്തിൽ അതിൻ്റെ ആക്ച്വലി ഇത് ഞങ്ങളുടെ ഇവിടെ എൻ്റെ കടവന്ത്രയിലുള്ള വീടിൻ്റെ മേലെ കുറച്ച് നാൾ നമ്മൾ ഈ പേരിൽ നമ്മൾ കുറച്ച് ഡാൻസ് മാസ്റ്റേഴ്സ് വന്ന് പഠിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോയിരുന്നു അച്ഛനുള്ള സമയത്ത്. പിന്നീട് നമ്മൾ ഇതും കണക്ട് ചെയ്ത് നമ്മൾ ഫങ്ഷൻ ചെയ്യിപ്പിച്ചിട്ടില്ല. പക്ഷെ പേര് തന്നെയാണ് വച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടെ എൻ്റെ സ്റ്റുഡൻസ് വന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഡിസംബറിൽ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഞങ്ങൾ വന്നത്. കാരണം 20ാം വാർഷികത്തിന് നാട്ടിൽ പോയി. ഞാനപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ കുട്ടികളിൽ വളരെ വിരലിലുണ്ടാവുന്നവരെ നാട്ടിലൊന്ന് ഡാൻസ് പോലും ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പം അതവർക്ക് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മൾ അവിടെ ചെയ്യുമ്പോൾ അവരുടെ പരിചയക്കാരുടെ മുമ്പിലല്ലേ അവർ ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു വാത്സല്യവും അവരെ അറിയാവുന്ന അങ്കിൾ ആൻറ്റിമാരെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ്, അതാണല്ലോ നമ്മുടെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് ടോട്ടലി പുതിയ ഒരു ഓഡിയൻസിൻ്റെ മുമ്പിലല്ലേ ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസിന് ഞാൻ കഴിഞ്ഞ വർഷം ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയതാണ് അവർക്ക്. ഇവിടെ എന്തൊക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്? ഇവിടെ
ഈ വരവിന് പ്രധാനമായിട്ട് നമ്മളൊരു ഗിന്നസ് അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഞാനൊരു ഭാഗമാണെന്നാണ് പറയേണ്ടത്. മൃദംഗനാദം എന്ന് പറഞ്ഞിട്ട്, അത് 12,000 ഭരതനാട്യം നർത്തകർ ഒരേ സമയം ഒന്നിച്ച് കലൂർ സ്റ്റേഡിയത്തിൽ ഡിസംബർ 29-നാണ്. അത് ആക്ച്വലി മൃദംഗ വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രീമിയം ആർട്ട് മാഗസീൻ ഉണ്ട്. അതിൻ്റെ CEO ആണ് മിസ്റ്റർ ഷമീർ ആൻഡ് മിസ്റ്റർ നികോഷ്. അവരുടെ ഒരു ആശയമാണിത്, അവർ മുന്നോട്ട് വച്ച ആശയമാണ്. പക്ഷെ അതിൻ്റെ ഒരു ഫേസ് ഇതിന് ഞങ്ങൾ ശ്രമിക്കുന്നു, ഇന്നതൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ആളുകളിലേക്ക് ഇത് ലിങ്ക് ചെയ്യുന്ന ഒരു ഫേസായിട്ട് അംബാസിഡർ പോലെ ആണ്. പിന്നെ അതിൻ്റെ ഗാനം ഇതിനു വേണ്ടി നമ്മൾ റെക്കോർഡ് ചെയ്യിച്ച ഗാനമാണ്. കൈതപ്പുറം തിരുമേനിയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ദീപാങ്കുരനാണ് മ്യൂസിക് ചെയ്ത് ശ്രീ അനൂപ് ശങ്കർ ആലപിച്ച ഒരു ഗാനം ഇതിനു വേണ്ടി നമ്മൾ റെക്കോർഡ് ചെയ്യിച്ചിട്ടുണ്ട്. അത് ശിവൻ്റെ താണ്ഡവം നടക്കുന്ന ആ ഒരു സീൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഗാനം. സബ്ജക്റ്റ് ഫോളോ ചെയ്യണം. അതെ, അതാണ് അതിൻ്റെ തീം. അതുകൊണ്ട് തന്നെയാണ് ഈ മൃദംഗനാദം എന്നുള്ള പേരും. അപ്പോൾ അതിൻ്റെ കോറിയോഗ്രാഫിയും ഞാനാണ് ചെയ്തത്. സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ചോ? അതല്ല സിനിമാക്കാർ ദിവ്യയെ ഉപേക്ഷിച്ചു? എന്താണ് സംഭവിച്ചതെന്ന് അങ്ങനെ രണ്ടും സംഭവിച്ചിട്ടില്ല. ഇപ്പം ഈ പറഞ്ഞ രണ്ടുമല്ല സംഭവിച്ചത്. അത് സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ട് ഇപ്പോഴും വരുമ്പോഴും, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയുമൊക്കെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ഒരുപാട് സ്ക്രിപ്റ്റ്സ് ഇങ്ങനെ വരാറുണ്ട്. വായിക്കാറുമുണ്ട്, എനിക്ക് വരണമൊക്കെ ഞാൻ വായിക്കാറുണ്ട്. പക്ഷേ അത് ഫോൺ കോളിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ എനിക്ക് അവിടുത്തെ എൻ്റെ മദർലി ഡ്യൂട്ടീസ്, ടീച്ചർ ഡ്യൂട്ടീസിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഇപ്പോൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ ഇപ്പോൾ ഒരു മാസമൊക്കെ ഗ്യാപ്പിൽ ജോയിൻ ചെയ്യാനൊക്കെ പറഞ്ഞ് വിളിച്ചാൽ എനിക്ക് പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ ചില ഇതുകൊണ്ട് മാത്രമാണ്. ലാസ്റ്റ് അഭിനയിച്ച സിനിമ ഏതാണെന്നറിയോ? ലാസ്റ്റ് ഞാൻ ഏറ്റവും അവസാനം ചെയ്തത് ഒരു തെലുങ്ക് പടമാണ്, ഫുൾ ലെങ്ത് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ക്യാമിയോ പോലെ ചെയ്തിരുന്നു റഹ്മാൻ സാറിൻ്റെ ഒരു സിനിമയിൽ, മുസാഫിർ. അതെ, അതന്നെ മുസാഫിർ. അതിലൊരു ക്യാമിയോ ചെയ്തിരുന്നു. മുസാഫിർ 2013 സിനിമയാണ്. അതെ അതെ അതെ. അതിന് മുൻപ് 99 സിനിമ ചെയ്തത്. ആ 99 വെച്ചാൽ 25 വർഷമായി. അതെ. പിന്നെ ഒരു 14 വർഷം കഴിഞ്ഞിട്ട് മുസാഫിർ വരും. അതെ, ഇപ്പൊ 11 വർഷമായി. അതെ അതെ. അപ്പൊ ഈ സമയത്തൊക്കെ കഥകൾ കേൾക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ കഥകളൊക്കെ കേട്ട് തുടങ്ങിയത് ആ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു തള്ളിക്കയറ്റം വന്നില്ലേ നമുക്കത്. ഇപ്പോൾ എത്ര വർഷമായി കാണും? ഒരു 4, 5, 6 വർഷമായി. മുമ്പൊക്കെ ഫോൺ കോളുകൾ, വീട്ടിലേക്ക് കോൾസ് വരിക, അല്ലെങ്കിൽ ഒരു 2 ദിവസത്തെ വർക്കാണ്, 3 ദിവസത്തെ വർക്ക്, അങ്ങനത്തെയൊക്കെ. സിനിമകളിപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എനിക്കിവിടെ എത്താൻ തന്നെ 22 hours വേണം. അപ്പോൾ 2 ദിവസത്തിൽ ജോയിൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ. ഈ 90കളിലൊക്കെ സിനിമയിൽ വളരെ സജീവമായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, പ്രമുഖരായ എല്ലാ ഹീറോസിൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ പിന്മാറ്റം. ശരിക്കും ആരെങ്കിലും ഉടക്കിപ്പിരിഞ്ഞാണോ? ഇല്ല, അല്ല, അവിടേക്ക് പോയി സെറ്റിലായതാണല്ലോ. അങ്ങോട്ട് പോയതിനു ശേഷം അങ്ങോട്ട് പോയതിന് ശേഷം ഒരു 3 years പിന്നെയും വർക്ക് ചെയ്തിരുന്നു. ഒരു ചാനലിന് വേണ്ടി ഒരു സീരിയൽ ചെയ്തു ഒരു 1.5 വർഷത്തോളം. ഇല്ല, ഇവിടെ എവറി അതർ മന്ത് ഇവിടെ വന്ന് സീരിയൽ ചെയ്തു. അതാകുമ്പോൾ കുറച്ച് ദിവസം മതിയാവും, മാസത്തിൽ 10 ദിവസം അങ്ങനെ വന്ന് ഒരു 1.5 വർഷം അത് ചെയ്തിരുന്നു. പിന്നെ 2 സിനിമകൾ തീർത്ത് കൊടുക്കാനുണ്ടായിരുന്നു, തെലുങ്കും കന്നഡയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും വന്നിരുന്നു. അപ്പോൾ ആ ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3 വർഷമായി. അതിനുശേഷം 2003 ഡാൻസ് സ്കൂള് തുടങ്ങുന്നത്. അപ്പോൾ അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനായിട്ട് അവിടെ വേണമായിരുന്നു. അവിടുത്തെ പരിപാടികളിൽ അത് ഒരു സാന്നിധ്യം അറിയിക്കണമല്ലോ നമ്മൾ, പുതിയൊരു സ്കൂളാവുമ്പോൾ. നോക്കൂ, തമിഴിൽ കാർത്തി, പാർത്ഥിവൻ, സത്യരാജ്, അർജുൻ, ഇവരൊക്കെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് എങ്ങനെ മനസ്സൊന്നും? അതെന്താണെന്നറിയില്ല, എല്ലാവരും അങ്ങനെ ചോദിക്കും. പക്ഷേ 10ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടി സ്കൂൾ ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വരാൻ എങ്ങനെ ചങ്കൂറ്റം ഉണ്ടായി എന്നായിരുന്നു ഞാനും ചോദിച്ചിട്ടില്ല ഇതുവരെ. അതെന്താണെന്നറിയില്ല, ഇതന്നെ ആളുകൾ ചോദിക്കുക, ഇങ്ങനെ മനസ്സ് വന്നു, എങ്ങനെ മനസ്സ് വന്നു. ആ സമയത്ത് ഒരു പ്ലാനും ഇല്ലാണ്ട് ഇതിലേക്ക് വന്ന് കയറാൻ എങ്ങനെ മനസ്സുണ്ടായോ അതുപോലെ തന്നെ. ഒന്നും പ്ലാൻഡ് അല്ല ബേസിക്കലി. അതാ ഇതിലേക്ക് വന്നു കയറുമ്പോൾ ചെറിയ കുട്ടിയായിരുന്നു, ബാലനടിയായി, പിന്നീട് ക്യാരക്ടർ പോകുമ്പോൾ 21 വയസ്സ് മാത്രം വല്ലതൊന്നും.
2001 എന്ന് പറയുമ്പോൾ ഒരു 21 വയസ്സ് 22 വയസ്സിൽ അമേരിക്കയിലെത്തി ഞാൻ. അന്ന് വിവാഹം കഴിഞ്ഞിരുന്നു 21 വിവാഹം. അതെ അതെ. ശരി, അച്ഛൻ വേഗം പിടിച്ച് കല്യാണം. അപ്പം അങ്ങനെ പോയതാണ്. ആ കാലത്ത് ഈ യുവനടന്മാരുടെ കൂടെ അധികം സിനിമയിൽ ദിവ്യയെ കണ്ടിട്ടില്ല. അന്ന് പറഞ്ഞു കേട്ടിരുന്ന ഒരു കാര്യം, യുവനടന്മാർക്ക് ഉയരം കുറവാണ്, ദിവ്യക്ക് ഉയരം കൂടുതലാണ്. വാസ്തവം അത് തന്നെയായിരുന്നു. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ഇതൊക്കെ ആരാ പറയണെന്നുള്ളത് ആദ്യം പറയൂ. പറയണവരുടെ ക്ലോസപ്പ്, അത് കഴിഞ്ഞിട്ട് ഉത്തരം തരണവരുടെ ക്ലോസപ്പ്. ഇതൊന്നും നമ്മൾ പറഞ്ഞതല്ല. ഇല്ല, അങ്ങനെ ഇപ്പോൾ ഉയരവും അതുമൊക്കെ നോക്കിയിട്ടല്ലല്ലോ മലയാളി ഓഡിയൻസ് ആളുകളെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ മമ്മൂട്ടിയുടെ ഉയരം, മോഹൻലാലിന്റെ ഉയരം, സുരേഷ് ഗോപി, ജയറാം, ഇവരൊക്കെ ഒരേ ഉയരത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. മനോജ് കെ ജയൻ, അവരൊക്കെ ഉള്ളപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം യുവനടന്മാർ എന്ന് പറഞ്ഞാൽ ഏത് ഇപ്പൊ ദിലീപ് മുതൽ താഴോട്ടുള്ള, പക്ഷെ ദിലീപേണ്ട കൂടെയല്ലേ ഞാൻ തുടങ്ങിയത്. അതിനാണ് തുടങ്ങിയത്. പിന്നെ അതങ്ങോട്ട് അതിനുശേഷം വളർന്നു. അതിനുശേഷം ദിവ്യക്ക് ഉയരം കൂടി. അതിനുശേഷം വളർന്നു. ഇല്ല, എനിക്ക് അങ്ങനെ വളർന്നില്ല. അല്ല, സിനിമ അത് കാരണം ഹലോ നിങ്ങൾ ഈ സിനിമ ചെയ്യോ, സോറി നിങ്ങളുടെ ഹൈറ്റ് കൂടുതലാണ് നായകനെക്കാട്ടിലും, വരണ്ട, അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ പത്രക്കാര് പറഞ്ഞത് എനിക്ക് അത് അവരോട്, പത്രക്കാർ ഗോസിപ്പ് ഉണ്ടാക്കിയാണ്, അവരോട് പത്രക്കാർക്ക് ഇരിക്കട്ടെ. ഒരു മണി. ഇപ്പൊ എത്ര ഉയരമുണ്ട്? 5, 8 പിന്നെ ഒരു അര, 5, 8.5. നമുക്കടെ ഉയരം എത്ര ഉണ്ടെന്ന്? പക്ഷോ അങ്ങനെ അറിയില്ല. ഏതാണ്ട് അതൊക്കെ നമ്മൾ കഴിഞ്ഞില്ലേ. ഇപ്പൊ നമ്മള് ഹിന്ദി സിനിമയിൽ എടുത്ത് നോക്കിയാല് അങ്ങനത്തെ ഒരു എന്താ ചട്ടക്കൂടുകളൊക്കെ പൊട്ടിപ്പോയില്ലേ ഇപ്പോ? അതെല്ലാം പോയി ഇല്ലേ? അവിടുത്തെ നായകന്മാരും നായികമാരും ഒക്കെ അത് ഉയരവും ഇതൊന്നും നോക്കാണ്ട് പെർഫോമൻസും കഥയും മാത്രം നോക്കിയിട്ടുള്ള ഒരു പോക്കിലേക്കല്ലേ സിനിമ പോണേ ഇപ്പൊ? ഇത് ഇപ്പോഴത്തെ സംഭവം, ഈ ചോദിച്ചത് ഇപ്പോഴത്തെ സംഭവമല്ല. ദിവ്യ ആക്റ്റീവായിരുന്ന സമയത്ത് 90കളിലൊക്കെ വളരെ സജീവമായിരുന്ന ഒരു കാലത്തുണ്ട്, നിരന്തരം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോഴത്തെ സംഭവമാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ കഥകൾ മൊത്തം മാറി. ഇപ്പോൾ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ധാരാളം സിനിമകൾ വരുന്നുണ്ട്, പുതിയ കുട്ടികൾ വരുന്നു. അതിൽ അന്നും ഈ പറഞ്ഞ യുവ നായകരല്ലാണ്ട് ഇപ്പോൾ അതല്ലാണ്ട് നിന്നിരുന്ന സൂപ്പർ സ്റ്റാറുകളും ഉയരം നോക്കാണ്ട് നായികമാരോട് അഭിനയിച്ചിട്ടുണ്ട്. അന്നും ചെയ്തിട്ടുണ്ട് അവരത്, ഇല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാവണമല്ലോ. പക്ഷെ ദിവ്യയുടെ കൂടെ അന്നിപ്പോൾ സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന നായികമാർ അതല്ല, ഇപ്പോൾ ശ്രീജയ, പിന്നെ സമൃദ്ധ വർമ്മ, സംയുക്ത വർമ്മ, ഇങ്ങനെയുള്ള കുറേ പേരുണ്ടായിരുന്നല്ലോ, ചാന്ദിനി, ഇവരൊക്കെ സിനിമയിൽ നിന്ന് മാറിപ്പോയി. ദിവ്യ പോയതിനോടൊപ്പം തന്നെ ഓരോരോ സ്റ്റെപ്പുകളിലായിട്ട് ഇവരെല്ലാം മാറിപ്പോയി. ഇപ്പോൾ ആ ഒരു കൂട്ടം തന്നെ ഇല്ല, എല്ലാവരും നർത്തകിമാരുമായിരുന്നു. അതെ അതെ അതെ. അന്ന് നൃത്തം പഠിക്കുക എന്നുള്ളത് സിനിമയിലേക്കുള്ളൊരു ചവിട്ടുപടിയായിട്ട് പലരും കണ്ടിരുന്നു. ഇപ്പോൾ കലാതിലകമാകുക, അല്ലെങ്കിൽ സ്കൂൾ കലോത്സവങ്ങളിൽ നൃത്തം അവതരിപ്പിക്കുക. ഇപ്പോൾ ദിവ്യ തന്നെ 90ലും 91ലും കലാതിലകമായിരുന്നു. ആ കാലം ഓർമ്മയുണ്ടോ? പിന്നെ ആ കാലം ഓർമ്മയുണ്ട്. പക്ഷെ അതിന് ഒരു റീസൺ ഉണ്ട് കേട്ടോ. അത് ചവിട്ടുപടി ആകുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. ഒരു ഫെമിലിയാരിറ്റി വരും, നമ്മുടെ ഫേസിനൊരു ഫെമിലിയാരിറ്റി. ഇപ്പോൾ പത്രത്തിൽ പടം വരും, ഏതെങ്കിലുമൊക്കെ മാഗസീൻസ് മുഖചിത്രത്തിന് വിളിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ ശ്രദ്ധയിൽപ്പെടും. ഡയറക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെ പുതിയ മുഖങ്ങളെ നോക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക് പെടുന്നത് കൊണ്ട് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ വെറുതെ മുട്ടുവിന് തുറക്കപ്പെടുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കണം, നമ്മൾ ആ എഫേർട്ട് ഇട്ട് ആ സ്റ്റേജിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കാണപ്പെട്ടത്. അപ്പോൾ അത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല യൂത്ത് ഫെസ്റ്റിവല് ജോയിൻ ചെയ്ത എല്ലാവരും ഇത് ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അക്കാലത്ത് അങ്ങനെ കുറേ പേര് ഇപ്പോൾ കലാതിലകമാകുന്ന ആളുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി അതെ കുറേ പേര് വന്നിട്ടുണ്ട്. അങ്ങനെ അതാ ഇപ്പോൾ അഭിനയം കണ്ണിലാണ് കാണുന്നത് എന്നൊക്കെ പറയണം. അപ്പം നർത്തകിമാരുടെ കണ്ണുകൾ വളരെ എന്താ പറയുക, ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. ആ കണ്ണിൽ അഭിനയം വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരിക്കാം. അങ്ങനെ ഉണ്ടോ? അത് പറയില്ല, കാണുന്നവരല്ലേ പറയണ്ടേ, നമ്മൾ തന്നെ. സ്റ്റേജിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോൾ ഡ്രാമ നാടകവേദിയിൽ നിന്ന് ധാരാളം ആളുകൾ സിനിമയിൽ വളരെയധികം ഉണ്ടായിരുന്നു. പിന്നെ അത് മിമിക്രിക്കാരായി. ഇതോടൊപ്പം തന്നെ നടിമാരധികവും ഈ നൃത്തം ചെയ്തു വന്നവരാണ്. പിന്നീട് അതൊക്കെ മാറി.
ഇപ്പം മാറി. അതെ, സിനിമയിൽ കയറി കൂടാനുള്ള കുറുക്കുവഴികളെല്ലാം ഉണ്ട്. നമുക്ക് എന്താ ആഗ്രഹം ഉണ്ടെങ്കിലും കമ്മിറ്റഡ് ആയിരിക്കുക അതിലേക്ക്. എന്താണെങ്കിലും ഈ കുടുക്കയിൽ പൈസ ഇടണ പോലെ അതിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അത് സിനിമയാണെങ്കിലും എന്താ പറയുക, ഏത് ഫീൽഡാണെങ്കിലും, ഇപ്പോൾ ഡോക്ടർ ആവണമെങ്കിലും എൻജിനീയർ ആവണമെങ്കിലും ഒക്കെ ആ ഒരു ഡിഗ്രി കയ്യിൽ കിട്ടിയത് കൊണ്ട് നമ്മൾ നല്ല ഒരു എൻജിനീയറോ ഡോക്ടറോ ആവണം. അവിടുന്ന് ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ. നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് നിന്നു എന്ന് വിചാരിക്കാണ്ടിരുന്നാൽ അതാണ് വലിയ കുറുക്ക് വഴി. ആ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുക. അന്ന് ഒരുപാട് ചങ്ങാത്തം ഉണ്ടായിരുന്നല്ലോ പല നമ്മൾ. ഇപ്പം അതിലാരെങ്കിലുമായിട്ട് അടുപ്പമുണ്ടോ? ഇവിടെ വരുമ്പോൾ ജോമോൾ ഗൗരി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ആണല്ലേ? ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അഭിരാമിയായിട്ടൊന്ന്, അതിപ്പോൾ സോഷ്യൽ മീഡിയ വഴി ആയതുകൊണ്ട് ഇൻസ്റ്റഗ്രാം വഴി അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ, മറ്റേ നമ്മൾ ഈ കോണ്ടാക്ട് നമ്പേഴ്സ് മാറും, പലരും പല സ്ഥലങ്ങളിലേക്ക് പോകും. പിന്നെ അങ്ങനെ ഉണ്ട്, 1-2 പേര് ആയിട്ട് ഇവിടെ വരുമ്പോൾ വിളിക്കാറുണ്ട്. അല്ല, അവിടെ നിന്നുള്ള കോണ്ടാക്ട്സ് ഉണ്ടോ? നിരന്തരം ബന്ധപ്പെടുന്നു? കണ്ടിന്യൂസ് ആയിട്ട് ഈ ചിലപ്പോൾ കാവ്യമായിട്ട് മെസ്സേജസ് അയക്കാറുണ്ട്. ഇപ്പോഴത്തെ കുറച്ച് പേരെയൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നൃത്തത്തിലൂടെ പരിചയപ്പെട്ടു. ഇപ്പോൾ രചന അറിയാം. പിന്നെ ദേവിയായിട്ട് അന്നൊന്നും ദേവി ചന്ദന അവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ എല്ലാവരും അവരവരുടെ ലോകത്ത് ബിസിയാണ്. അപ്പം നമ്മൾ കാണുമ്പോൾ പിന്നെ വിനീതനായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് കുറച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റ് ഒന്നിച്ച് ചെയ്തിരുന്നു. സ്റ്റേജ് ആശേച്ചി, നവ്യ, അങ്ങനെ ഞങ്ങളൊരു കുറച്ച് പേര് 1-2 പ്രോഗ്രാംസ് ഒരു കോവിഡിന് തൊട്ട് മുമ്പ്. അപ്പോൾ ആ സമയത്ത് ഒന്നും കൂടെ കുറച്ചും കൂടെ അങ്ങനെ കുറച്ച് പേരൊക്കെ ആയിട്ട്. ആശാചരത്ത് ഇപ്പോഴും ഇവിടെ വന്ന് പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലോ? അതെ അതെ, ആശേച്ചി ഇപ്പോഴും ഇവിടെ ആണല്ലോ. ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളും. അതെ അതെ അതെ. അവരായിട്ട് എങ്ങനെ റിലേഷൻ? പണ്ട് ഞാൻ സീരിയൽ ചെയ്തിട്ടുണ്ട് ദൂരദർശന് വേണ്ടിയിട്ട്. അപ്പം തൊട്ട് അറിയാം. അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ക്ലോസ് ആണ്. ടീച്ചറും ടീച്ചറുമായിട്ടും അത് ആ ഡാൻസ് ബേസും കൂടി ഉള്ളതുകൊണ്ട്. അപ്പം അന്ന് തൊട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ചാനൽ ഷോയിന് വേണ്ടി ദുബായിൽ പോയപ്പോൾ അവിടെ സ്റ്റുഡൻസുമായിട്ടൊക്കെ അവിടെ ചേച്ചിയുടെ സ്കൂളിൽ പോയി. അങ്ങനെ പിന്നെ അമേരിക്കയിൽ വന്നപ്പോൾ, കഴിഞ്ഞ വർഷം അമേരിക്കയിൽ വന്നിരുന്നു. അവിടെ ഒരു ഹിന്ദു കൺവെൻഷൻ നടന്നപ്പോൾ അപ്പോൾ കണ്ടിരുന്നു. പിന്നെ ലക്ഷ്മിയായിട്ട് അടുപ്പമുണ്ട്. ലക്ഷ്മി ഗോപാൽ സ്വാമി വളരെ നല്ല സുഹൃത്താണ്. ഈ പറഞ്ഞവരൊക്കെ നർത്തകിമാരാ? ഇപ്പം ഈ സൗഹൃദം എന്ന് പറഞ്ഞാൽ അതെന്തോ നർത്തകിമാരുമായിട്ട് മാത്രം സൗഹൃദം? അല്ല, നമുക്ക് അപ്പോഴും നമ്മൾ അതും കൂടെ കൊണ്ടുപോകണവരായതുകൊണ്ടേ നമുക്കൊരു കോമൺ ടോപ്പിക് ഉണ്ടല്ലോ സംസാരിക്കാനായിട്ട്. വർണ്ണപ്പകിട്ട് എന്ന സിനിമയിലാണല്ലോ മോഹൻലാലിൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഐ.വി. ശശിയാണ് സംവിധായകൻ. 2 മഹാപ്രതിഭകൾ ഒന്നിക്കുന്നൊരു സിനിമ. ആ സിനിമയിൽ എങ്ങനെയാണ് വന്നുപെട്ടത്? മോഹൻലാലിൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തോന്നിയ ആ ഒരു ഫീൽ എന്താണ്? സിനിമയിലേക്ക് വന്നുപെട്ടത് വളരെ എന്താ പറയുക, അവിചാരിതമായിട്ടാണ്. നമ്മൾ കല്യാൺ സൗന്ദര്യം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ ടീച്ചറാണല്ലോ. അപ്പം അമ്മ ഇനി 10ാം ക്ലാസ് ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് മതി എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് തീരുമാനിച്ച് ബുക്കൊക്കെ എടുത്ത് പഠിക്കാനിരിക്കുമ്പോഴാണ് ഒരു ദിവസം വൈകുന്നേരം ശശി സാറും അതിൻ്റെ പ്രൊഡ്യൂസർ ശ്രീ ജോക്കുട്ടൻ ചേട്ടൻ അവർ 2 പേരും കൂടെ വന്നത്. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, അത് ചെയ്യണം. അപ്പം നമ്മൾ മാഗസീൻ വഴിയൊക്കെ ഇവരുടെ സിംഗപ്പൂർ സ്കെഡ്യൂളിൻ്റെ ഈ ഷെഡ്യൂൾ നടന്നതിൻ്റെ ഫോട്ടോസ്, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മളൊരു 2-3 മാസം മുമ്പേ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ്റെയും മീന മാമിൻ്റെയും കൂടെ. അപ്പം നമ്മളത് കണ്ടിട്ട് ഇതെന്ത് ഇത്, അതിൽ ഓൾറെഡി ആളുകളായല്ലോ, അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ പടമാണല്ലോ ഇത്, എന്താ ഇനി ഇങ്ങനെ കൺഫ്യൂഷൻ. അപ്പോഴത്തേക്കും നമ്മളാണെങ്കിലും ഫസ്റ്റ് പടം കഴിഞ്ഞ ഒരുപാട് ഉപദേശങ്ങൾ വരുമല്ലോ. അടുത്ത പടം, ഫസ്റ്റ് പടമല്ല സെക്കൻഡ് പടമാണ് ഇമ്പോർട്ടൻ്റ്. ചെയ്തത് ചെയ്തു, ഇനി അടുത്തത് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നൊക്കെ വേണം. അപ്പം നമുക്ക് അങ്ങനെ അഡ്വൈസസ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഗോഡ് ഫാദറിനോ അല്ലെങ്കിൽ ഇങ്ങനെ പോയി അങ്ങനെയൊന്നുമില്ല. നമ്മൾ തന്നെയാണ്, ഞാനും അച്ഛനും അമ്മയാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഇത് ഓൾറെഡി ഇത് നടക്കണ പടമാണ്, നടന്ന് ഷൂട്ടിങ് കഴിഞ്ഞ പടമാണ്, പിന്നെ ഇവക്ക് പഠിക്കാനും ഉണ്ട്, വേണ്ട എന്നൊക്കെ പറഞ്ഞു. ശശി സാർ വന്നപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോഴാണ് സാർ പറഞ്ഞു, ഇല്ല ഇത് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയണത്, സെക്കൻഡ് സിനിമയിൽ തന്നെ ലാലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ഈ കുട്ടിക്ക്. അല്ല സാർ അതങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇവർ ഭയങ്കര ഡിസ്കഷനൊക്കെ. അതായത് സാർ ആ പാട്ടിട്ട് കേൾപ്പിച്ചു, അതോടെ തീരുമാനമായി.
അതിൻ്റെ ഒരു ഷെഡ്യൂളാണ് അവിടെ കഴിഞ്ഞത്. അതെ അതെ, നമുക്ക് അത്രയൊന്നും അങ്ങനെയൊന്നും അറിയില്ല. നമ്മൾ ഈ മാഗസീൻസിൽ കവറേജ് കാണുന്നുണ്ട്. എൻട്രി ആയതിനു ശേഷം സംഭവിച്ചെന്താ? ഇപ്പൊ മോഹൻലാലിനെ അന്നേരം കേട്ട് അറിയാലോ. അതെ അതെ, എൻട്രി ആയതിനു ശേഷം സംഭവിച്ചത് നമ്മൾ മറ്റതിൽ നല്ല കളറ് പാവടയും ബ്ലൗസും ഒക്കെ ഇട്ട് ഇങ്ങനെ ഫുൾ ഹീറോയിൻ്റെ ഇൻട്രൊഡക്ഷനാണ്, പുതുമുഖം. അപ്പം എല്ലാ ഫ്രെയിമിലും എന്താ പറയുക, കളർ വാരി എറിഞ്ഞ് അങ്ങനെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു വലിയ കണ്ണടയും മെച്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഗ്ലിസറിനൊക്കെ ഫുൾ ഗ്ലിസറിൻ, മേക്കപ്പില്ല ഗ്ലിസറിൻ. ആദ്യത്തെ ദിവസം ഇവിടെ എന്തോ വീണ് പൊട്ടിയതിൻ്റെ ഒരു മുറിവിൻ്റെ മാർക്ക്. ഇങ്ങനെയൊക്കെയാണ് ആദ്യമായിട്ട് മോഹൻലാലിൻ്റെ അടുത്ത് ലാലേട്ടൻ്റെ അടുത്ത് പോയി കാണുന്നത് തന്നെ. ഞാൻ വിചാരിച്ചു ഈശ്വര ഇതെന്താ, വളരെ കരഞ്ഞ് തളർന്നുള്ള ഒരു പാട്ട് മുഴുവൻ കരച്ചിലാണ്. അതിൽ മുഴുവൻ കുറേ കരച്ചിലാണല്ലോ. ആ ഒരു കുറച്ച് സീൻസാണ് പ്ലസൻ്റ് ആയിട്ടുള്ളത്. കുഴപ്പമൊന്നും ഇല്ലാണ്ട് ചെയ്തു എന്ന് പറഞ്ഞു സാറ് പറഞ്ഞു. ശശി സാറ് പറഞ്ഞ പോലെ അല്ല, മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുമ്പോൾ മോഹൻലാൽ അന്നൊരു വലിയ ഇതിൽ നിൽക്കുകയാണല്ലോ. എന്താ അന്നും ഇന്നും ഒക്കെ നമുക്ക് അങ്ങനെ വലിയ വലിയ മഹാപ്രതിഭകളുടെ മുമ്പിൽ വരുമ്പോൾ നമുക്കൊരു വിറയലാണല്ലോ, ഒരു ടെൻഷനാണല്ലോ. അതൊന്നും അവര് നമ്മുടെ വർക്കിനെ ബാധിക്കാണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കും, അഭിനയിപ്പിച്ചെടുക്കും. അത് അവരുടെ കഴിവ്. അത് തന്നെ ശശിയേട്ടനാണെങ്കിൽ ഒരു പ്രത്യേക ഇതിൽ നിൽക്കുന്ന ഒരു സംവിധായകനാണ്. അതെ അതെ അതെ. അപ്പൊ അവിടെ വളരെ നയപരമായി തന്നെ അവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. മധുസാർ ഉണ്ട് ആ സിനിമയിൽ. കുറേ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ്. ഭയം തോന്നില്ല? ഭയമുണ്ട്, പക്ഷെ നമ്മൾ ഭയം നമ്മൾ അതൊന്നും അത്രയെങ്കിലും പ്രൊഫഷണലിസം നമ്മൾ കാണിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഭയം മറച്ചു പിടിച്ചു. പിന്നെ ഭയം ഉണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ, കരഞ്ഞോണ്ടിരിക്കുന്ന ക്യാരക്ടർ അല്ലേ, എന്തായാലും ആ ഫീൽ തന്നെ മതി. അതെ. 2 വർഷം കഴിഞ്ഞിട്ട് ഉസ്താദ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അതെ അതെ. വീണ്ടും മോഹൻലാൽ സിനിമ. അപ്പോഴെങ്ങനെയായിരുന്നു അതിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ? അത് ഇതിൽ കുറേയും കൂടെ പ്ലസൻ്റ് ആയിട്ടുള്ള കുറേ സീൻസും കുറേ ഇൻറ്ററാക്റ്റീവ് സീൻസ് ഉണ്ടായിരുന്നു. അത് രസമായിരുന്നു. കാരണം അതിൽ ഡാൻസ് കളിക്കണ, അദ്ദേഹം തബല വായിക്കുമ്പോൾ ഞാൻ ഡാൻസ് കളിക്കുന്ന സീൻ. അപ്പോൾ അതിൻ്റെ വെറുതെ സ്റ്റെപ്പൊക്കെ ഇടാൻ പറയുമ്പോൾ അത് ചെയ്യുമ്പോഴൊക്കെ ഇതിങ്ങനെയാണോ അത്, അപ്പോൾ നമ്മളോടിങ്ങനെ ഡാൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അതായത് സീനിൻ്റെ പുറത്ത് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം അതിനകത്തുണ്ട്, ഒരു ക്ലാസിക്കൽ. അതെ 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 അതെ. ഈ വർണ്ണപ്പകിട്ട് കഴിഞ്ഞ് തൊട്ട് പുറകെ പോകുന്നത് മമ്മൂട്ടിയുടെ സിനിമയിലേക്കാണ്. അതെ. ഒരു മറുപത്തൂർക്കനോ. മമ്മൂക്ക ഭയങ്കര ചൂടനാണ്, ദേഷ്യക്കാരൻ എന്നൊക്കെയുള്ള പുറത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ദിവ്യക്ക് അങ്ങനെ ഫീൽ ചെയ്തു നേരെ അങ്ങോട്ട് മമ്മൂക്കയുടെ ലൊക്കേഷനിലേക്ക് ചെന്നപ്പോൾ? കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ശശി സാറിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ചീത്ത പറയും അങ്ങനെ. പക്ഷേ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായില്ല. ഇങ്ങനെ ബഹളം വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും സെറ്റിൽ, പക്ഷെ അങ്ങനെ നമ്മളെ കോർണർ ചെയ്ത് അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക നമ്മളെ ഇൻസൾട്ടിങ് ആയിട്ട് അങ്ങനെയൊന്നും ഒരിക്കലും എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. മമ്മൂക്കയുടെ അടുത്താണെങ്കിലും മറത്തൂരിന് മുമ്പ് ഞാൻ ചെയ്യുന്നത് മമ്മൂക്കയുടെ കൂടെ ട്രൂത്താണ്. ട്രൂത്ത്. അപ്പോൾ അതിൽ ഇതുപോലെ ആ ടീമിലുള്ളൊരു ലേഡി ഓഫീസറാണ്. അപ്പോൾ അതിലെന്തോ മതിൽ ചാടുന്ന സീൻ, ഇങ്ങനെ കിക്ക് ചെയ്യണം, എന്തോ ഒരു ചെറിയൊരു ഫൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനത്തെ 1-2 സീനുണ്ട്. അതിൻ്റെ സമയം മുഴുവൻ ഈ ഫാസ്റ്റിങ്ങിൻ്റെ സമയമാണ്. പേജ് ഡയലോഗ് ചെയ്ത് നമ്മളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിന്നുപോയിട്ടുണ്ട്. കാരണം നമുക്ക് ഫാസ്റ്റ് ചെയ്യാണ്, പക്ഷെ ഈ പേജ് കണക്കിന് ഡയലോഗ് നിന്ന് പറയും. അതാണ് നമ്മളൊക്കെ പോയി ഇത് ബ്രേക്കിന് പോയി കഴിച്ച് തിരിച്ചു വരുന്നത് നമ്മളിതിങ്ങനെ. പക്ഷെ അതിൻ്റെ ക്ലൈമാക്സിൻ്റെ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ഒരു നോമ്പ് സമയത്ത് അത് എടുത്തത്. അത്ഭുതത്തോടെയാണ് നോക്കി നിന്നിട്ടുള്ളത്. കമ്മിറ്റ്മെന്റ് അല്ലേ, ഇവര് സ്ഥിരം ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് എന്താ പറയുക, ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. അപ്പം എനിക്കിതൊരു ഇതൊക്കെയാണ് കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേഷൻ. പാഠപുസ്തകങ്ങളായിരുന്നു ഇവരൊക്കെ. അന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ നടന്മാരുടെ സിനിമയിലും അഭിനയിച്ചല്ലോ, പ്രമുഖരായ എല്ലാവരും. ആരുടെ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് കൂടുതൽ കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നത്? അത് ഓരോ ഡയറക്ടേഴ്സിൻ്റെ, അത് ആക്ടേഴ്സിനെക്കാട്ടിലും ഡയറക്ടേഴ്സാണ് കേട്ടോ ആ ഒരു ലൊക്കേഷൻ്റെ ടോൺ സെറ്റ് ചെയ്യണത്. ഇപ്പോൾ വിനയനങ്ങളുടെ അവിടെ ഒരു കൊച്ചു ആയിരുന്നു, അതായത് വാത്സല്യമായിരുന്നു. അത് കല്യാണ സൗന്ദര്യത്തിലും ആകാശാങ്കിലും ഒരേ ടോണായിരുന്നു. ഒരു എന്താ പറയുക, അങ്കിള് ആണല്ലോ അതിൻ്റേത്. ശശി സാറിൻ്റെ സെറ്റിൽ ഇങ്ങനെ എല്ലാവരും വളരെ ക്വയറ്റായിരുന്നു. ഇങ്ങനെ എന്താ പറയുക, ധൃതി പിടിച്ച് നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് പൊസിഷൻ ഇതൊക്കെ ആയിട്ട്. അതിന് എപ്പോഴും ഒരു മൾട്ടി സ്റ്റാർ
സിനിമയായിരിക്കും. അതുപോലെ തന്നെ അതേ ടോണായിരുന്നു ആയിരമേനിക്കും. ആയിരമേനി ആ പാലക്കാടിൻ്റെ ചൂടിൽ ഇങ്ങനെ മുട്ട കുന്നുകളുടെ മേലെയാണ് നമ്മുടെ സെറ്റ് ഇട്ടിരിക്കുന്നത്. എൻ്റെ സീൻസ് മുഴുവൻ അവിടെയായിരുന്നു. അവിടെ ഒരു ഫുൾ പാട്ടൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. അതിലൊരു 50 ആർട്ടിസ്റ്റ് ഉണ്ട്. അത് ഈ പാറപ്പുറത്ത്, ഇത്ര ചൂടുള്ള പാറപ്പുറത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഡാൻസ് കളിക്കുന്നത്, ചൂടത്ത് കളിക്കാൻ പറ്റാണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എന്താ പറയുക, ധൃതിയല്ല, അതായത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ സ്പീഡായിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ടോണായിരുന്നു. സൈലൻ സാറിൻ്റെ സെറ്റിൽ ഭയങ്കര ഡിസിപ്ലിൻ ആയിരുന്നു. അതും ഇതുപോലെ വലിയ ആർട്ടിസ്റ്റ്, ഒരുപാട് നിര ഓഫ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സിബി സാറിൻ്റെ സെറ്റ് വളരെ എന്താ പറയുക, ശാന്തമായിട്ടുള്ള സെറ്റാണ്. ഭരതൻ സാറിൻ്റെ സെറ്റ് എന്താ പറയുക, നമ്മൾ ഈ പ്രകൃതിയായിട്ടൊക്കെ ഒന്നായി പോണ പോലെ തോന്നും. കാരണം സാർ ഇങ്ങനെ എല്ലാത്തിലും ഒരു ഇതിൻ്റെ അംശമുണ്ട്. എന്തെങ്കിലും ഒരു ഷോട്ടിൽ ഒരു മൺവിളക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ക്ലോസപ്പ് ആണെങ്കിൽ ഒരു കുങ്കുമപ്പൊട്ട്, അല്ലെങ്കിൽ പച്ചമഞ്ഞൾ അരച്ച്. സോ എല്ലാം നമുക്കിങ്ങനെ വളരെ ആ ഒരു റോ ആയിട്ടുള്ള അത് ആ സിനിമയും അങ്ങനെ ആയിരുന്നു. ഒരു ആർട്ട് ഉണ്ടാവും ഓരോ ഫ്രെയിം. പിന്നെ നമ്മളോടും പറയും, ഒബ്സർവ് ചെയ്യാൻ പറയും. അതായത് അവിടുത്തെ ലോക്കൽ ആളുകളുടെയൊക്കെ മൂവ്മെൻറ്റ്, ഇവരുടെ പോലെയാണ് നിൻ്റെ ക്യാരക്ടർ, അവരെങ്ങനെ നടക്കണമെന്ന് നോക്ക്. അതിലൊരു എന്താ പറയുക, വളരെ കാടിൻ്റെ ഉള്ളിലല്ലേ നമ്മൾ 1.5 മണിക്കൂർ യാത്ര ചെയ്യണം എന്നും ലൊക്കേഷനിലെത്താൻ. അവിടെ ഉള്ളിലൊരു ഏറുമാടമൊക്കെ കെട്ടി, ഏറുമാടമൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. അതിൻ്റെ മേലെ കയറിട്ട് കയറി, അങ്ങനത്തെ ക്യാരക്ടറാണല്ലോ മനോജ് ചേട്ടൻ്റെ ക്യാരക്ടർ. അങ്ങനെ ചുരം. അതിലൊരു തമാശയുണ്ട്. ഇത് ഞാൻ ഡയലോഗൊക്കെ പറഞ്ഞ്, അത് പക്ഷെ ലോങ് ഷോട്ടായിരുന്നു, പക്ഷേ അതിലെന്തൊക്കെയോ എടുത്ത് ഈ ക്യാരക്ടർ പോവുകയാണ്. അപ്പം ഞാൻ ഡയലോഗൊക്കെ പറഞ്ഞു. അതിന് ശേഷം ഞാൻ പിന്നെ അത് മറക്കണ്ടെന്ന് പറഞ്ഞാൽ എവിടുന്നോ ഒരു എക്സ്ക്യൂസ് മീ വന്നു പോയി ആ ക്യാരക്ടറിൽ. ഈ ഒരു എക്സ്ക്യൂസ് മീ വെച്ച് എല്ലാവരും കൂടെ ഇത്രയും കാട്ടിൻ്റെ ഉള്ളിലുള്ള മായമ്മ, ശരി എന്നാൽ ഉണ്ണിയേട്ടൻ പോയിട്ട് ഒരു എക്സ്ക്യൂസ് മീ, മനോജ് ചേട്ടനൊക്കെ ചിരിച്ച് ഓടിയിട്ട് എന്ത് പറഞ്ഞാലും ഈ സംഭവം വരും. അത് 42 ദിവസമായിട്ട് ഷൂട്ട് ചെയ്തു. ഇത് ആദ്യത്തെ ഒരാഴ്ചയിൽ ഇവർക്ക് ഇത് കിട്ടി. അതിനുശേഷം ആ എക്സ്ക്യൂസ് മീ ആ ലൊക്കേഷനിൽ ഇത്ര ഹിറ്റായി എന്ന് പറഞ്ഞാൽ ഓൾറെഡി 100 ഡേ പോസ്റ്റ് അടിക്കാനുള്ള അത്ര റീച്ച് കിട്ടി.